തൃശൂർ കുന്നംകുളത്ത് ഓണാഘോഷത്തിനെതിരായ വർഗീയ പരാമർശത്തിൽ അധ്യാപികയ്ക്കെതിരെ കേസ്. പെരുമ്പിലാവ് കല്ലുംപുറം സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപിക ഖദീജയ്ക്കെതിരെയാണ് കേസെടുത്തത്. മതസ്പർദ്ധ വളർത്തൽ വകുപ്പ് പ്രകാരമാണ് കുന്നംകുളം പോലീസിന്റെ കേസ്. ലെവിൻ കെ വിജയൻ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. ലെവിൻ, എന്താണ് ഈ സംഭവം എന്ന് അറിയാത്ത പ്രേക്ഷകർക്കായി ഒന്ന് പറയാം. ഏതെല്ലാം വകുപ്പുകളാണ് അധികമായി ചുമത്തിയിട്ടുള്ളത്? ബിനിൽ, ഇന്നലെ ആണ് കുന്നംകുളത്തുള്ള കടവല്ലൂരിലെ സിറാജുൽ ഉലൂം സ്കൂളിലെ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളാണ്. 200-ലധികം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ്. ഇവിടുത്തെ ഒരു അധ്യാപിക ഒരു വാട്സാപ്പ് സന്ദേശത്തിലൂടെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വിവരം അറിയിച്ചത്. അതായത് ഓണാഘോഷം മലയാളികൾ എല്ലാവരും ഒന്നടങ്കം രാഷ്ട്രീയ മത വ്യത്യാസങ്ങളില്ലാതെ, ജാതിമത വ്യത്യാസങ്ങളില്ലാതെ ആഘോഷിക്കുന്ന ഓണാഘോഷം അതിൽ കുട്ടികളെ പങ്കെടുപ്പിക്കരുത്, ഷിർക്കാണ്, ബഹുദൈവ വിശ്വാസപ്രകാരമുള്ള ആചാരമാണ്, ഹിന്ദുക്കളുടെ വിശ്വാസമാണ്, അതുകൊണ്ട് തന്നെ ഓണാഘോഷത്തിൽ കുട്ടികളെ പങ്കെടുപ്പിക്കേണ്ട എന്നുള്ള അവർക്ക് ആ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഈ മാനേജ്മെൻറ്റ് തീരുമാനപ്രകാരം ഈ ആഘോഷം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. LKG UKG വിദ്യാർത്ഥികൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നാണ് ആ സ്കൂളിൽ ഓണാഘോഷം നടക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് ഈ ഓണാഘോഷത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞ് ബോധവാന്മാരാക്കണം എന്നുള്ളൊരു ഓഡിയോ സന്ദേശം അയക്കുകയായിരുന്നു. ഈ സ്കൂളിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെ രക്ഷിതാക്കളുടെ ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയാണ് ഈ മെസ്സേജ് അയക്കാൻ അധ്യാപിക ശ്രമിച്ചത്. പക്ഷേ ഇതേ ഗ്രൂപ്പിൽ തന്നെ പെട്ട മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ തന്നെ മറ്റുള്ള ആളുകളിലേക്ക് ഈ വിവരം അറിയിക്കുകയായിരുന്നു. മതേതര മനോഭാവമുള്ള മനുഷ്യർ ഇടപെട്ടതുകൊണ്ട് ഈ വിഷയം പുറം ലോകത്തേക്ക് എത്തി. ഇതേ തുടർന്നാണ് വിഷയത്തിൽ കുന്നംകുളം വെസ്റ്റ് മേഖലാ കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയത്. കുന്നംകുളം പോലീസ് മതസ്പർദ്ധ വളർത്തുന്നത് അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് അധ്യാപിക ഖദീജയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് DYFI അല്പസമയങ്ങൾക്കകം ഈ സ്കൂളിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. പ്രതിഷേധ മാർച്ചിൽ ഇതിനോടകം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിനും പരാതി കൈമാറിയിട്ടുണ്ട് DYFI. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനോടകം DYFI ജില്ലാ സെക്രട്ടറിയും അല്പസമയത്തിനകം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ് ഈ സംഭവം. പ്രാദേശികമായി വർഗീയ വേർതിരിവ് ഉണ്ടാക്കുന്നതിനായി അധ്യാപികയുടെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായി എന്നുള്ളതാണ് ഇതിനോടകം ആരോപണം ഉയർന്നിട്ടുള്ളത്. നിരവധിയായ കുട്ടികൾ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ ഒരുമിച്ച് പഠിച്ച് കളിച്ച് വളരേണ്ട ഒരു സ്ഥാപനത്തിലെ അധ്യാപിക ഇത്രയും വർഗീയമായൊരു പരാമർശം നടത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നത്. ബിനിൽ, ഓക്കെ, ശക്തമായ പ്രതിഷേധം ഉയർന്നു വരികയാണ്. നിയമപരമായ നടപടികൾ കൂടി ഈ പരാമർശത്തിൽ അധ്യാപിക നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.